എന്റെ പ്രൈവറ്റ് നമ്പർ കൈമൾ ആർക്കെങ്കിലും കൊടുത്തായിരുന്നോ? ഇല്ല മേഡം. പിന്നെ ആരാ ഈ വിളിക്കുന്നത്? പരിചയമില്ലാത്ത നമ്പറാണല്ലോ. ദാ ആരാന്ന് ചോദിക്കും. ഹലോ, അതെ, തങ്കച്ചി മേഡത്തിന്റെ നമ്പറാണ്. ഇതാരാണ്? മേഡത്തിനോട് സംസാരിക്കണമെന്ന്. ആരാണെന്ന് പറഞ്ഞില്ല, അത്യാവശ്യമാണെന്നാ പറഞ്ഞേ. ഇങ്ങത്താ. ആ, ഹലോ, തങ്കച്ചിയാണ്. ആ, ഞാനിപ്പോ വരാം. കൈമളെ, വണ്ടി എടുക്ക്. ഓ മേഡം, ആരാ വിളിച്ചത്? അതൊക്കെ പറയാം, താൻ വണ്ടി എടുക്ക്. നീ പിന്നെയും വന്നോ? പാലിക്കണ്ടല്ലോ കയ്യില്. ആദ്യരാത്രി ആഘോഷിക്കാനുള്ള വരവാണോ? ആദ്യരാത്രി തന്റെ ഒപ്പോ? അതിന് ഞാൻ മരിക്കണം. താൻ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചേ? തന്റെ ഒപ്പം ജീവിക്കാനല്ല ഞാൻ താലി കെട്ട നിന്ന് തന്നത്. തന്നെയും ദേവികയും പിരിക്കണം, അത് ഞാൻ നേടി. എന്താ ചിരിക്കുന്നത്? എടീ, എന്റെ ഹൃദയത്തിനുള്ളിലെ ഒരു മുഖം മാത്രമേ ഉള്ളൂ, അത് ദേവികയുടെയാ. നീയൊക്കെ എത്ര ശ്രമിച്ചാലും അത് മായ്ക്കാൻ പറ്റില്ല. തന്റെ ഹൃദയത്തിൽ കയറി താമസിക്കാനല്ല ഞാൻ വന്നത്. അതെന്തിനാണെന്ന് വഴിയെ തനിക്ക് മനസ്സിലാവും. പേടിപ്പിക്കല്ലേ. ഇന്ന് തൊട്ട് ഓരോ ദിവസവും ഞാൻ എണ്ണി എണ്ണി കാത്തിരിക്കുന്നത് ദേവിക്ക് വേണ്ടിയായിരിക്കും. അവളെ ഞാൻ കല്യാണം കഴിച്ചിരിക്കും ചന്ദ്രേ. അതിന് തടസ്സമായിട്ട് എന്ത് വന്നാലും ശരി, ആ തടസ്സം ഞാൻ നീക്കിയിരിക്കും. ഞാൻ വന്നാലും നീ വന്നാലും. ഞാൻ ഡിവോഴ്സ് തരാതെ എങ്ങനെ താൻ അവളെ വിവാഹം കഴിക്കും? നീ എനിക്ക് ഡിവോഴ്സ് തരും. അത് തന്റെ വെറും വ്യാമോഹം മാത്രം. ഡിവോഴ്സ് ഞാൻ ഒരിക്കലും തനിക്ക് തരില്ല. താനും തന്റെ ദേവികയും ഒരുമിച്ച് ജീവിക്കുന്നത് എനിക്കൊന്ന് കാണണം. നീയും വക്കീലാണ്, ഞാനും വക്കീലാണ്. നീ ഡിവോഴ്സ് തന്നില്ലെങ്കിലേ അത് വാങ്ങിച്ചെടുക്കാൻ എനിക്കറിയാം. എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ശരി, ഞാനത് നേടിയിരിക്കും. അത് നിയമപരമായിട്ടാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അങ്ങനെ. കാണാം. കാണാടി. ഈ സിദ്ധു ആരാണെന്ന് നീ അറിയാൻ പോകുന്നേ ഉള്ളൂ. അയ്യോ, മണവാട്ടി ഇവിടെ ഉണ്ടായിരുന്നോ? ഈ കല്യാണം മുടങ്ങിയതിനെ പറ്റി നിനക്ക് എന്താ പറയാനുള്ളത്? ഇതാരുടെ കുറ്റം കൊണ്ടാ ഇങ്ങനെ സംഭവിച്ചത്? എടി, നിന്നോടാ ചോദിച്ചത്, എന്തുകൊണ്ടാ കല്യാണം മുടങ്ങിയെന്ന്. എനിക്കറിയില്ല. എന്നാലേ എനിക്കറിയാം. ദേ, അതിന് കാരണം നീ തന്നെയാണ്. യോഗം ഇല്ല. നിന്റെ ജാതകം ശരിക്കൊന്ന് പരിശോധിക്കാൻ കൊടുക്കണം. അപ്പൊ അതില് കാണാൻ പറ്റും കല്യാണ യോഗം ഇല്ലാന്ന്. ജാതകം ഇവിടെ ഏൽപ്പിച്ചിരുന്നല്ലോ സുധേട്ടനെ കല്യാണം കഴിക്കുന്നതിന് മുൻപ്. അന്നത് നോക്കായിരുന്നില്ലേ? അയ്യോ, അന്നത് ശ്രദ്ധിച്ചില്ല. ഓരോന്ന് വരുമ്പോഴല്ലേ ഓരോന്ന് പഠിക്കൂ. എന്തായാലും അവൻ ഭാഗ്യവാനാ, ആ വക്കീലേ. അതുകൊണ്ടാ കല്യാണം ഒഴിഞ്ഞു പോയത്. കല്യാണം നടത്തിയിട്ടൊടുക്ക ഞങ്ങളുടെ സുതിമോന്റെ ഗതി അവന് വന്നിരുന്നെങ്കിലോ?
ആ അവന് ആയുസ്സുണ്ട്, അതുകൊണ്ടാ രക്ഷപ്പെട്ടത്. പോട്ടെ അമ്മേ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി എന്തിനാ വെറുതെ അതിനെക്കുറിച്ച് പറയുന്നേ? എന്റെ സങ്കടം ഞാൻ പിന്നെ ആരോട് പറയും? ഈ വീട്ടിലെ ആളുകൾക്ക് മംഗല്യഭാഗ്യം ഇല്ലെന്ന് പറഞ്ഞാലേ കുറ്റം പറയാൻ പറ്റുമോ? സുതിമോൻ അങ്ങനെ ഒരു വിധി ഉണ്ടായി. ദേ ഇവൾക്ക് ഇങ്ങനെ. വേറൊരുത്തി കൂടെ ഉണ്ടെന്ന് ഓർക്കണം. ദോഷമുണ്ടെന്ന് ആർക്കെങ്കിലും തോന്നിയാ പെണ്ണ് അവിടെ ഇരുന്നു പോവും. ഞാൻ എന്താ വേണ്ടത് മുത്തശ്ശി? ഈ ജീവിതം അങ്ങ് അവസാനിപ്പിക്കണോ? എന്നാലെങ്കിലും എല്ലാവർക്കും സമാധാനം കിട്ടുമോ? അയ്യോ, പറയുമ്പോ ഞാൻ കുറ്റക്കാരിയായി. ഇന്നലെ ഈ സമയത്ത് എന്തായിരുന്നു ബഹളം? ഓ, ഒരുങ്ങുന്നു, ചമയുന്നു, ഉടുക്കുന്നു. ഓ, ഇവളുടെ തുള്ളല് കണ്ടപ്പോ തന്നെ ഞാൻ കരുതിയതാ എന്തോ ആപത്ത് വരാൻ പോകുന്നുണ്ട്. കഴുത്തിലെ താലി ഊരാൻ പറഞ്ഞപ്പോഴേ എന്തായിരുന്നു നിന്റെ എതിർപ്പ്? എന്നിട്ടിപ്പോ എന്തായി? അതെ, ഇതിലൊക്കെ ഓരോ സത്യമുണ്ട്. അതൊന്നും പറഞ്ഞാൽ നിന്നെ പോലുള്ള അഹങ്കാരികൾക്ക് മനസ്സിലാവില്ല. അയ്യോ, അപ്പോഴേക്കും തുടങ്ങി അവളുടെ പൂങ്കണ്ണീര് ഒലിപ്പിക്കാൻ. വേണ്ട, ഞാൻ മിണ്ടുന്നില്ല. അയ്യോ, എന്താന്ന് വെച്ചാ ആയിക്കോ. ഓ, സുഹൃതക്ഷയം അല്ലാണ്ട് എന്താ പറയാ. നീ വാടി പാർവതി, ഇങ്ങോട്ട് നിൽക്കുന്നു. എങ്ങോട്ടാ രാവിലെ തന്നെ? ഒന്ന് പുറത്തു പോണം. പുറത്തെവിടെ? ഒന്ന് രണ്ടുപേരെ കാണാനുണ്ട്. ജോലിക്ക് വേണ്ടിയിട്ടാണോ? എന്തൊക്കെ അറിയണം? എല്ലാം ഞാൻ പോയി വന്നിട്ട് പറയാം. അല്ല, ദേവികയെ കാണാനൊന്നും അല്ലല്ലോ പോകുന്നത്. പോയിട്ട് വന്നിട്ട് പറയാന്ന് പറഞ്ഞില്ലേ, അതുവരെ ഒന്ന് ക്ഷമിക്കേ. നിരഞ്ജൻ എന്താ അങ്ങനെ പറഞ്ഞേ? എങ്ങോട്ട് പോവാണെങ്കിലും നിന്നോടുകൂടി പറഞ്ഞാലെന്താ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പം? എന്റെ അറിവിലൊന്നുമില്ല. അല്ല, ആകെ മൊത്തത്തിലൊരു ദുരൂഹത കണ്ടിട്ട് ചോദിച്ചാ. എനിക്കെങ്ങനെ അറിയാം? അല്ലെങ്കിലേ സമയം മോശം. വേണ്ടാത്തതിലൊന്നും എടുത്തു ചാടണ്ടെന്ന് നീ പറ നിരഞ്ജനോട്. അപ്പച്ചി പറയുന്നത് കേട്ടാ തോന്നുമല്ലോ ഞാൻ എന്തോ പ്രശ്നം ഉണ്ടാക്കിയെന്ന്.